ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. അതൊന്നുകൂടി പറഞ്ഞേ. ഏത്? ഡോക്ടർ ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ജീവനോടെ ഇരിപ്പുണ്ടെന്ന്. അത് എവിടെയാ എന്റെ അമ്മയുള്ളത്? ഡോക്ടർക്ക് അറിയോ അത്? അത് ലക്ഷ്മി, ഞാൻ ഡോക്ടർക്ക് അറിയാം. പ്ലീസ് പറ, എന്നോട് പറ ഡോക്ടർ. പറയാം. എന്റെ മനസ്സിലെ തോന്നലാണ് ഞാൻ പറഞ്ഞത്. എവിടെയോ ഇരുന്ന് സീത ഇതെല്ലാം കാണുന്നുണ്ടെന്നൊരു തോന്നൽ. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ലക്ഷ്മി മനസ്സിൽ അങ്ങനെ കരുതണം. അപ്പൊ താനെ ഒരു ധൈര്യം കൈവരും. ഡോക്ടറുടെ വായിന്ന വാക്കുകൾ കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് വേറൊരു ലോകത്തായിപ്പോയി. അമ്മ എന്റെ അരികിലുള്ളതുപോലെ തോന്നി. ആ തോന്നൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചില തോന്നലുകൾ ചിലപ്പോ ശരിയായി വന്നുകൂടുന്നില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു തോന്നലിന്റെ പുറത്താണ്. അതാണ് നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. മോളെ, ഈ മനസ്സിൽ ഇനി ഉണ്ടാകേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. നിന്റെയും രാഹുലിന്റെയും കല്യാണം. കല്യാണത്തിന് വേണ്ടി മനസ്സൊരുക്കുക, കേട്ടോ? വരട്ടെ. സീതയ്ക്ക് ഒരാപത്തും സംഭവിച്ചിട്ടില്ല, മരിച്ചിട്ടുമില്ല. സീതയെ ജീവനോടെ ഇരിപ്പുണ്ട്. സുധി ഇത്ര ലേറ്റ് ആയേ? എവിടെ ലേറ്റ് ആയെന്ന്? വീട്ടിൽ നിന്ന് ഇവിടെ വരെ ബൈക്കിൽ ഓടിച്ചെത്തണ്ടേ? ആ, ഈ റിസ്ക് ഒഴിവാക്കാനാ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ചിന്തയെ സുധിക്കില്ല. വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചത് മുഴുവൻ ഇതിനെ കുറിച്ചാ. അവിടെ എല്ലാവരും മുള്ളിമേൽ നിൽക്കുക. അതിനിടയിൽ നമ്മുടെ കാര്യം വർക്കൗട്ട് ആവില്ല. സത്യം ഞാൻ പറയുന്നത്. ഇന്ദ്രജയുടെ കാര്യം സോൾവ് ആക്കിയ ആ സെക്കൻഡിൽ നമ്മൾ വീട്ടിലേക്ക് പോവും. ആ, അരമണിക്കൂർ മുമ്പ് ഡാഡി വിളിച്ചിരുന്നു. സുധിയെ തിരക്കി. ഞാനൊരു നുണ പറഞ്ഞു ഒപ്പിച്ചു. ഡാഡി വിളിക്കുമ്പോഴൊന്നും സുധി അടുത്തുണ്ടാവില്ലല്ലോ. അതാ ഡാഡി ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്നെ വേറൊരിടത്ത് താമസിപ്പിച്ചിരിക്കാന്ന് പറയാനൊക്കോ എനിക്ക്? അങ്ങനെ എങ്ങാനും പറഞ്ഞ ഉടനെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിക്കൊള്ളാൻ പറയും ഡാഡി. എനിക്ക് മനസ്സിലാവും എന്റെ പൊന്നെ. 2 ദിവസം കൂടെ ക്ഷമിക്കും എനിക്ക് വേണ്ടി. വീട്ടിൽ നിന്ന് അമ്മ വിളിക്ക. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഓക്കെ? ഹലോ. എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? അതെ, ഇന്ദ്രജാകെ വയലന്റ് ആയിരിക്കും. ഇവിടെ രാഹുലുമായി മഴക്കുണ്ടാക്കി. അതിന്റെ ഒരു എപ്പോ വിളിച്ചാലും ഇത് തന്നെയാണല്ലോ പറച്ചില്. സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും സുധിയെ കിട്ടുന്നില്ല. അത് മനഃപൂർവ്വം അല്ല. ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങള്. എന്ത് കാര്യങ്ങൾ? അതെ, അപ്പുറത്ത് ബഹളം നടക്ക്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. വീട്ടിൽ നിന്നല്ലേ സുധി ഇപ്പൊ വന്നേ? പിന്നെ അവിടുന്ന് ഒരു ഫോൺ വിളി. അത് ഞാൻ എത്ര മണിക്ക് വീട്ടിലെത്തുന്ന അറിയാൻ വേണ്ടി വിളിച്ച. ഞാൻ ഇന്ന് വരില്ലെന്ന് പറഞ്ഞു. വീട്ടിലിരുന്ന തലയ്ക്ക് പ്രാന്ത് വരും. അത്രയേറെ പ്രശ്നങ്ങളാ അവിടെ. ഇവിടെ തന്റെ അടുത്ത് വരുമ്പോഴാണ് ഒരു സ്വസ്ഥത കിട്ടുന്നത്. അതെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം. ഇവിടെ
നമ്മള് നമ്മുടെ കാര്യങ്ങൾ മാത്രം മതി. വാ. എന്ത്? പിന്നെ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ ഒരു നോട്ടം. നമ്മുടെ വിവാഹം അത് ഞാനിങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു. ഇന്ന് തന്നെ വിവാഹം നടത്തിയാലോന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇന്നോ? നീ എന്തേ പറയുന്നേ? എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നേ? നീണ്ടു പോകുന്തോറും ഓരോരുത്തർക്ക് പറയാൻ ഓരോ വിഷയങ്ങളാവും. അത്ര തന്നെ. നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം പേരും അത്ര നല്ലവരൊന്നല്ലല്ലോ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുറച്ച് ആൾക്കാർ വന്നില്ലേ, സദാചാര പോലീസും ചമഞ്ഞു. അവരുടെ ഉദ്ദേശം നല്ലതായിരുന്നില്ലല്ലോ. എനിക്കറിയാം, ചിരിച്ചുകൊണ്ട് വരുന്നവരുടെ ഉള്ളിലിരിപ്പ് വേറെയാ. പിന്നെ ഇത്തിരി നന്മയുള്ള ഒരേ ഒരാള് ആ ഡോക്ടർ മാത്രം. അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നും ആ ഡോക്ടറായിട്ടില്ല. എന്നിട്ടും സ്വന്തം പോലെ കരുതിയ എല്ലാറ്റിലും ഇടപെടുന്നത്, സമാധാനിപ്പിച്ച് ധൈര്യം തരുന്നത്. അപ്പൊ ലച്ചു എന്താ വേണ്ടത്? ആ സ്നേഹം മനസ്സിലാക്കണം. നെഗറ്റീവ്സിനൊക്കെ വിട്ടേക്ക്, പോസിറ്റീവ് മാത്രം നോക്കിയാൽ മതി. ഞാനും ഡോക്ടറും പിന്നെ അങ്ങനെ പലരും ഉണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്റെ വീട്ടിലുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് വരെ മാറി. അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. ഞാനിപ്പോ എന്താ വേണ്ടത് അത് പറ. തിരിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ? ചോദിക്ക്. എനിക്ക് എന്റെ പഴയ ലച്ചുവിനെ വേണം. ചുറുചുറുക്കും കുസൃതിയും കുറുമ്പൊക്കെ ഉള്ള ആ ലച്ചുവിനെ. അതിന് ഞാൻ എന്താ വേണ്ടേ? പറയേ. പറയട്ടെ. എനിക്കെന്റെ സീതമ്മയെ കിട്ടിയാ മതി. സീതമ്മ വന്ന ലച്ചു പഴയ ലച്ചു ആവും. അമ്പിളിമാമനെ പിടിച്ചേരണമെന്ന് പറയുന്ന കുട്ടിയെ പോലെ ലച്ചു ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പോ സീതമ്മ ഒരിക്കലും കിട്ടില്ലെന്നാണോ? അയ്യോ, അങ്ങനെയല്ല. കുറച്ചൊക്കെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടണം നമ്മള്. ലച്ചുവിന്റെ മൂഡ് മാറ്റാൻ വേണ്ടിയാ ഞാൻ നമ്മുടെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത്. പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെ എത്തി. താൻ ആ ഭക്ഷണം കഴിക്കാം, എന്നിട്ട് സംസാരിക്കാം നമുക്ക്. ഈ ദിവസം കൂടി ഇങ്ങനെ പോട്ടെ. നാളത്തോടു കൂടി ഞാനൊരു തീരുമാനത്തിലെത്തും. രാഹുൽ, താനത് കഴിക്കേ. വേറൊന്നും ചിന്തിക്കണ്ട. ഒക്കെ എനിക്ക് വിട്ടേക്ക്. സുധി, നീ തീക്കൊള്ളിയോണ്ടാ തലയൊറിയുന്നത്. എന്നെങ്കിലും ഒരിക്കല് എല്ലാം കൂട്ടിയിടിക്കില്ലെന്ന് പറയാൻ പറ്റോ? വലിയൊരു പൊട്ടിത്തെറി ഏത് നിമിഷവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മുൻപ് എങ്ങനെയെങ്കിലും. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഓക്കെ ആവും. എന്താ ഓക്കെ ആവുന്ന കാര്യ? അതെ, ഞാനും കിരണും കൂടി ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ചർച്ച ചെയ്യാം. അതെ, എന്ത് ബിസിനസ്സാ തുടങ്ങേണ്ടതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. 1-2 പേരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അവരുടെ സജഷൻസ് കേട്ടിട്ട് ഓക്കെ ആക്കാന്ന് പറയായിരുന്നു. അതെ അതെ, ഇതാണോ വലിയ കാര്യം? എന്റെ ഡാഡിയോട് ചോദിച്ചാ പോരെ? ഡാഡി പറഞ്ഞുതരും ഐഡിയാസ് ഒക്കെ. ഹലോ. ഓക്കെ, ശരി. ഞാൻ പെട്ടെന്ന്
ഞാനൊന്ന് വരാട്ടോ. സുധി, സുധിക്ക് എന്താ പറ്റിയ? ഇടയ്ക്കിടയ്ക്കുണ്ട് ഈ ഫോൺ വരല്, എന്നിട്ടൊരൊറ്റ പോക്കും. എനിക്കെന്തോ സംതിങ്. വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. ദീ ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. പെട്ടെന്ന് ബോധം കെട്ടു വീണു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ക്യാരിങ് ആയതിന്റെ വൈറ്റമിൻസിന്റെ കുറവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. മോളെ, എന്താ പറ്റിയത് നിനക്ക്? എന്തിനാ പേടിക്കുന്നേ? ഇച്ചിരി ദിവസം കൂടെ കഴിഞ്ഞാ നമ്മുടെ വിവാഹമല്ലേ, പിന്നെ സുധി ഉണ്ടാവുമല്ലോ ഒപ്പം. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വിവാഹം കഴിഞ്ഞാ പിന്നെ ഈ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുധി ഒന്നേ. മോളെ, ഞാനിപ്പോ വരാം. സുധി, സുധിയുടെ ഈ കുട്ടികളെയൊക്കെ ഒന്ന് മാറ്റിവെക്ക്. അല്പം കൂടി സീരിയസ് ആവണം. സുധിയുടെ ജീവന്റെ തുടിപ്പാണ് മാളുവിന്റെ വയറ്റിൽ വളരുന്നത്. അതെനിക്കറിയാം. വിവാഹത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തില്ലേ? പിന്നെന്താ? അത് നമുക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വിവാഹം എങ്ങനെ ഫിക്സ് ആയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ടോ സുധിക്ക്? ഏയ്, ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടാവരുത്. വിവാഹം കഴിഞ്ഞില്ലെങ്കിലും ഒരു കെയറിംഗ് ഉണ്ടാവണം. സുധി അടുത്തുണ്ടാവുന്നത് മാളുവിനൊരു ആശ്വാസമാണ്. ഈ ഗർഭമാണ് പ്രശ്നം. അതില്ലാതാവണം. എന്താ ലച്ചു ഇത്? ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒന്ന് ഉഷാറായി. മാഡിസി പോയപ്പോ അവിടെ ഇത് തന്നെയാണ് സംസാരം. ലക്ഷ്മി ഇല്ലാത്തതിന്റെ കുറവ് അതവിടെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതെ, ലച്ചു ഇല്ലാത്തോണ്ട് മാഡീസ് ഉറങ്ങിയ പോലെയെന്നാ മദനേട്ടൻ പറയുന്നത്. പഴയതുപോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പക്ഷേയില്ല. ആയേ പറ്റൂ. ഒരു പുഴയോളം സങ്കടങ്ങൾ ദൈവം തരുമ്പോ അതിനപ്പുറം ഒരു കടലോളം സന്തോഷം ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും. ആ സന്തോഷ ദിവസമാണ് നാളെ. നാളെ തന്നെ ആ ചടങ്ങ് നമുക്കങ്ങ് നടത്തിയേക്കാം. നമ്മുടെ വിവാഹം. നാളെയോ? അതെ, നാളെ തന്നെ. എന്തിനാ വെറുതെ നീട്ടിക്കൊണ്ട് പോകുന്നേ? എന്നാലും ഇത്ര പെട്ടെന്ന്? പെട്ടെന്നൊന്നല്ലോ. പണ്ടേ നമ്മളിത് തീരുമാനിച്ചുറപ്പിച്ചല്ലേ. ഇനിയും തന്നെ ഇങ്ങനെ തനിച്ചുവിട്ട് ശരിയാവില്ല. അതുകൊണ്ടാ വിവാഹം നാളെ തന്നെ ആക്കാന്ന് വെച്ചത്. ഇവിടെയുള്ള അമ്പലത്തിൽ വെച്ച് മതി. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോലും അറിയിക്കാതെ നേരെ ലച്ചുവിന്റെ അടുത്തേക്ക് വന്നത്. ആദ്യം പറയേണ്ടത് തന്നോടാണല്ലോ. രാഹുലിന്റെ വീട്ടുകാർ, അടുത്ത ഫ്രണ്ട്സ്, മാഡീസിലുള്ളവർ, പിന്നെ ആ ഡോക്ടറും. ഇത്രയും പേരോട് പറയേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അങ്ങ് എത്തിയാ മതി. കല്യാണം നമ്മൾ ഗ്രാൻഡ് ആക്കും.
ലച്ചു, അലസമായി ഇരിക്കുമ്പോഴാ വേണ്ടാത്ത ചിന്തകളും തോന്നലൊക്കെ ഉണ്ടാവുന്നത്. എൻഗേജായിരിക്കുമ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മടി പിടിച്ചിരിക്കാതെ മാഡിസിലേക്ക് ചെല്ല്. അതെ, അത് തന്നെയാ വേണ്ടത്. ഒരു ഉണർവുണ്ടാകട്ടെ. പിന്നെ രാഹുലിന്റെ വീട്ടിൽ എല്ലാവരോടും മിങ്കിളായി കഴിയുമ്പോ താനെ ഉഷാറായിക്കോളും. മാഡിസിന്റെ മാത്രമല്ല, രാഹുലിന്റെ വീട്ടിലെയും വെളിച്ചമാവണം ലക്ഷ്മി. വീട്ടിലുള്ളവർക്ക് ലിച്ചിനോടുണ്ടായിരുന്ന എതിർപ്പ് എല്ലാം അലിഞ്ഞില്ലാതായി. അവിടെ തനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെ, എന്റെ കൂടെ അവിടേക്ക് വരാൻ മടിയൊന്നുമില്ലല്ലോ തനിക്ക്? ഒരു മടിയില്ല. രാഹുൽ വിളിച്ച എവിടേക്കും വരും ഞാൻ. അത് കേട്ടാ മതി. അപ്പോ എല്ലാ കാര്യം തീരുമാനമായി. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അതെ, നാളെയാണ് വിവാഹം എന്നുള്ള കാര്യം വീട്ടിൽ പറയണം. അതിന്റെ പേരിലൊരു മുഷിച്ചല് വേണ്ട. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. പ്രതീക്ഷ അടാ. സീതേ, സീതേ, ഇങ്ങനെ ഒരു അന്തമില്ലാതെ ചിന്തിച്ചോണ്ടിരുന്ന കള്ളം കയറിയ പോലെ അറിയില്ലല്ലോ. സീത പെട്ടെന്നൊന്ന് റെഡി ആയിക്കേ. എന്തിനാ? മാളോടെ ഹോസ്പിറ്റലല്ലേ, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്നാലും ഒരു ദിവസം അവിടെ കിടക്കണം, അങ്ങനെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവിടെ മാളൂനൊപ്പം നിൽക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അത് ഞാൻ... എന്താ, മാളൂന്റെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ആരെങ്കിലും കണ്ടാൽ... പലരും വരുന്നതല്ലേ ഹോസ്പിറ്റലിൽ. അറിയുന്ന ആരെങ്കിലും കണ്ടാൽ പിന്നെ ഈ എടുത്ത പണിയൊക്കെ അതോടെ വെറുതെയാവും. സീതയെ ആരും തിരിച്ചറിയാതിരിക്കാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? അതൊക്കെ ഉണ്ട്, ഞാനിപ്പോ വരാം. എന്താ? ഞാൻ മാളുവിന്റെ ബൈസ്റ്റാൻഡറാ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, മാളുവിന്റെ ഹസ്ബൻഡ് ആണല്ലേ? അത് ഹസ്ബൻഡ് ആയിട്ടില്ല, മാരേജ് ഫിക്സ് ചെയ്തിരിക്കുക. കല്യാണത്തിന് മുന്നേ സംഗതി ഒപ്പിച്ചല്ലേ? കൊള്ളാം. അത് പിന്നെ അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലോ, ദാറ്റ്സ് ഗുഡ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചിലരൊക്കെ കൈയഴുകി പോവാറാ പതിവ്. അതല്ല, ഡോക്ടറോട് എനിക്കൊരു കാര്യം. എന്താ? അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കല്യാണം കഴിച്ചാൽ അധികം വൈകാതെ തന്നെ കുട്ടിയാവും. അത് ഒഴിവാക്കാനായിട്ട്... ഒഴിവാക്കാൻ? അല്ല, ഇത് അബോർഷനാക്കാനായി എന്തെങ്കിലും. ഇവിടെ ആരും അറിയണ്ട. ഇത് ചെവി അറിയാതെ ഡോക്ടർ ഇത് ചെയ്തു തരണം. ഇയാൾ ആരോട് സംസാരിക്കുന്നെന്ന് വല്ല ബോധമുണ്ടോ? താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയല്ലേ അത്? തന്റെ കുഞ്ഞല്ലോടോ വയറ്റിലുള്ളത്. ഇക്കാര്യം ഇയാൾ മാളൂനോട് സംസാരിച്ചോ? അത് ഞാൻ... താനിപ്പോ പറഞ്ഞത് ക്രൈമാ, അറിയോ? തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക വേണ്ടേ? തന്നെ പോലെ അല്ലല്ലോ മാളു. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലാ കുട്ടി. തന്നെയൊക്കെ ഉണ്ടല്ലോ. അതെ, ഇപ്പോഴേ മുഖം മറക്കണ്ട, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മതി.
ചെയ്തിട്ടാ ആർക്കോ ആളെ മനസ്സിലാവില്ല. ഈ വേഷത്തിൽ കണ്ട മാള് ചോദിക്കില്ലേ, സംശയിക്കില്ലേ? അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു നിർത്താം. ആരെങ്കിലും കാണുന്നുള്ള പേടി മാറിയില്ലോ രാധയ്ക്ക്, അത് മതി. ലക്ഷ്മിയുടെ വിവാഹം വരെയല്ലേ ഉള്ളൂ ഈ ഒളിച്ചുകളി. അതിനി ഒരു ദിവസം കൂടി. ഞാനിപ്പോ വരാം. എന്തിനാ? അത് മാളൂനൊരു സാധനം വാങ്ങാനുണ്ട്. ഒരു 2 മിനിറ്റ്. സീതയല്ലേ അത്? അതെ,